അതിന്റെ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊരു 40 വയസ്സുകാരനോ 50 വയസ്സുകാരനോ ഇതിപ്പം സാറ് പറയുന്ന കേൾക്കുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ് സാറ് അവർക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ പുതിയ യുവാക്കളിൽ ഒരുപാട് പേര് ജ്ഞാനയോഗ മാർഗത്തിന് ഉചിതരാണ്. അവർ ജ്ഞാനയോഗ മാർഗം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഭക്തിയോഗത്തിന് താല്പര്യമുള്ളവർ അതാണ്. കാരണം വികാരപ്രധാനമായ മനസ്സുള്ളവരെല്ലാം ഭക്തിയോഗത്തിന്റെ വഴികളിലേക്ക് വരണം. അപ്പോൾ ഉദാത്ത വികാരമായ ഭക്തിയിലേക്ക് അവരുടെ വികാരങ്ങൾ സഞ്ചരിക്കും. വികാരപ്രധാനമാണ്. വാത്സല്യം, സ്നേഹം, ഇവയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യം. വാത്സല്യം, ഏത് തരത്തിലുള്ള വികാരങ്ങൾക്ക് പ്രാധാന്യമുള്ളവരെല്ലാം ഭക്തിയിലേക്ക് പോകുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. എന്നാൽ ചിന്തകൾക്ക് പ്രാധാന്യമുള്ളവരുണ്ട്. അവർക്ക് എപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഒരാളെ ദ്രോഹിക്കാനുള്ള വാസന, മറ്റാരെയും ദ്രോഹിക്കാനുള്ള വാസന എന്ന ജന്മസിദ്ധമായിട്ട് അവർക്ക് ഉണ്ടാവുകയില്ല. അവർക്ക് ഏതൊരു ആശയം കേട്ടാലും അതിന്റെ അപ്പുറം എന്തെന്നറിയണം. ഭക്തിയെക്കുറിച്ച് പറഞ്ഞാലും അതിന്റെ പിന്നിലെ പൊരുളറിയണം. പൊരുളറിയാനുള്ള വ്യഗ്രതയുള്ള ഏതൊരു വ്യക്തിയും സ്വീകരിക്കേണ്ടത് ജ്ഞാനയോഗ മാർഗം തന്നെയാണ്. പിന്നെ കർമ്മയോഗം, കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഓരോ പ്രവൃത്തിയുടെയും സൂക്ഷ്മതയിലേക്ക് പോയിട്ട് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളവർ കർമ്മമാർഗങ്ങൾ സ്വീകരിക്കണം. അവർക്ക് പക്ഷേ കർമ്മമാർഗത്തിന്റെ പാത കുറച്ചും കൂടെ കഠിനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വാക്കിലും നോക്കിലും ചിന്തയിലും നടപ്പിലും എല്ലാത്തിലും, ലൈംഗിക ബന്ധത്തിലും, എന്നുവെച്ചാൽ ഭാര്യയോട് പോലും ഉള്ളതിൽ, ഓരോരോ കാര്യത്തിലും കർമ്മ പദ്ധതികളെ കുറിച്ച് ഈ കർമ്മ യോഗിക്കാണ് ധാർമ്മിക മൂല്യങ്ങളെ കൂടുതൽ ആഞ്ഞു പിടിക്കേണ്ടതായിട്ട് വരും. അല്ലാത്തവർക്ക് വേണ്ട എന്നല്ല. കാരണം അവർ കർമ്മത്തെ ആശ്രയിച്ചുകൊണ്ട് അതിലൂടെ മോക്ഷത്തിന് വേണ്ടിയുള്ള വഴി നോക്കുക. അപ്പൊ എല്ലാ പ്രവൃത്തികളിലും അത്രമാത്രം. അപ്പൊ സാധാരണ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പം വഴങ്ങുന്നത് ഭക്തിയോഗവും കർമ്മയോഗവും തന്നെയാണെന്ന് പറയുമ്പോഴും കർമ്മയോഗം കുറേയും കൂടെ കഠിനമായിട്ട് തന്നെയാണ് സൂക്ഷ്മതലത്തിൽ നോക്കുമ്പോൾ. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്നതോ പ്രൈവറ്റ് ജോലിയിൽ വർക്ക് ചെയ്യുന്നതോ അതിൻ്റെ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉള്ള മാർഗങ്ങൾ എത്രമാത്രത്തോളം പ്രായോഗികമാണ് അവർക്ക്? IT മേഖലയിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് രാജയോഗ മാർഗം തന്നെ. രാജയോഗ മാർഗവും കർമ്മയോഗ മാർഗം അല്ല, രാജയോഗ മാർഗവും ജ്ഞാനയോഗ മാർഗവും തന്നെയാണ്. ഏതൊരു വിഷയം കേൾക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്ന മനസ്സ് ഇന്ന് ലോകമൊട്ടുക്ക് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഈ ഓരോ വിഷയം എവിടെ പോയി നിൽക്കും, ഇത് എവിടെ നിന്ന് തുടങ്ങും, ഇത് രണ്ടും അറിയേണ്ടതാണ്. നമ്മളുടെ ഓരോ ചിന്തയുടെയും ആരംഭവും അവസാനവും അറിയണം. ഇത് എങ്ങനെയാണ് ഉദിക്കുന്നത്, എങ്ങോട്ട് പോകും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനൊക്കും, ലോകോത്തരമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനൊക്കും, എന്റെ സാധ്യതകളെ എത്രമാത്രം ഉപയോഗിക്കാനൊക്കും. സാധ്യതകൾ ഇല്ലാതാക്കാൻ പറയുന്നതെല്ലാം മണ്ടത്തരമാണ്. ഭക്തിയോഗത്തിന്റെ വഴികളിൽ കൂടെ പോകുമ്പോൾ പല ഗ്രന്ഥങ്ങളും പിൽക്കാലത്തുണ്ടായിരിക്കുന്നത് നശ്വരതയെ കുറിച്ച് പറഞ്ഞു ഓരോ വ്യക്തിയുടെയും സാധ്യത ഇല്ലാതാക്കലായിരുന്നു. ശരീരം തന്നെ നശ്വരം എന്ന് പറയുന്നത്. ശരീരം നശ്വരമാണെങ്കിലും നശ്വരമായിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി നീങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശൈവ സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു തിരുമന്ദിരത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ പ്രാധാന്യം വളരെ വലുതായിട്ട് അത് എപ്പോഴും ആ പ്രാധാന്യത്തോടു കൂടി കണ്ടുപോകാൻ സാധിക്കണം നമുക്ക്. അവിടെ നശ്വരമായതായതിനാൽ ഇതിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഭക്തിയോഗത്തിലൂടെ വന്ന സന്യാസിമാര് പലപ്പോഴും ആശയങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചതും നമ്മുടെ പല ഗ്രന്ഥങ്ങളും പിൽക്കാലത്ത് ഉണ്ടായിരിക്കുന്നതും അത്തരത്തിലായിരിക്കുന്നതും ഭാരതത്തിലെ ക്രിയാത്മകത നശിക്കാനിടയായിട്ടുണ്ട് ജനങ്ങളുടെ. പക്ഷേ 3000-ഓളം വികാരമാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത്. ഈ വികാരങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിലൂടെയാണ് നമ്മൾ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ എത്രമാത്രം വികാരങ്ങൾ സർഫസ് ചെയ്യാമോ എന്ന് വെച്ചാൽ എത്രമാത്രം വികാരങ്ങളെ പുറന്തള്ളാമോ അത്രമാത്രം മോക്ഷത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ് അതിന്റെ ശരിയായ വിഷയം. ഇപ്പൊ വികാരങ്ങൾക്കുണ്ടാകുന്ന ഒരു ഉത്സർജനം, എന്താ പറയേണ്ടത്, ഒരു പുറത്തേക്കുള്ള സബ്ലിമേഷൻ, എരിച്ചുകളയൽ എന്നൊക്കെ പറയാം. അതിന് ഭക്തിയോഗം ഒത്തിരി പ്രധാനമാണ്. ഭക്തി എന്ന് പറയുന്ന ഉദാത്ത വികാരത്തിലേക്ക് നിൽക്കും. അവിടെയും അത് ഒരു ബാധയായി തീരാം ഭക്തി എന്നുള്ളത്. അപ്പം ഈ ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സഞ്ചാരത്തിൽ അടിസ്ഥാനപരമായിട്ട് ഉള്ള ഒരു കാര്യമാണ് സാർ ഇപ്പം പറയുന്നത്, ഈ സബ്ലിമേഷൻ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി അത് അറിഞ്ഞു അതിൻ്റെ A to Z വരെ അറിഞ്ഞിട്ട് പിന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണോ ഉദ്ദേശം ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ സബ്ലിമേറ്റ് ചെയ്യാന്ന് പറയുന്നത്?
നമ്മളുടെ ഇമോഷൻസിനെ ഏതെല്ലാം തരത്തിലേക്ക് സബ്ലിം ചെയ്യാമോ അതിന് വേണ്ടുന്ന എല്ലാ പദ്ധതികളും ഇവിടെ വെച്ചിട്ടുണ്ട്. രജോ ഗുണ പ്രധാനികൾക്ക് അതിനെ പറ്റിയ രീതി, അവർക്ക് ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ അതിന് അവർ പീഡിപ്പിക്കുന്ന തന്ത്രങ്ങളൊക്കെ പലതും കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരുപാട് രഹസ്യ തന്ത്രയോഗങ്ങളുണ്ട് ഭാരതത്തിലും ടിബറ്റിലും ഒക്കെ ആയിട്ട്. അതിലൂടെയുണ്ട്. അതിന്റെ ഏറ്റവും മോഡേൺ വെർഷനാണ് നമ്മൾ ഈ ശൂലം കുത്തും ഒക്കെ ഉള്ളത്. പിന്നെ ദേഹത്ത് ചൂണ്ട കൊളുത്തിയിട്ട് ഇങ്ങനെ തൂങ്ങിയാടുന്നതൊക്കെ. അപ്പം തമോ ഗുണ പ്രധാനികൾക്കും രജോ ഗുണ പ്രധാനികൾക്കും ശാരീരിക പീഡകളുമായി ബന്ധപ്പെട്ട് അഗ്നിയുടെ മുകളിലൂടെയുള്ള ചാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കുറേയേറെ വൈകാരിക സംതൃപ്തി നൽകുന്നുണ്ട്. അവരുടെ മനസ്സും ശരീരവും അതിന് സജ്ജവുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊള്ളുകയൊന്നും ഇല്ല തന്നെ. പക്ഷെ ആ ഒരു അല്ലെങ്കിൽ അതിന്റെ പീഡകൾ അവർക്ക് അനുഭവിക്കുക. ഒരു സാത്വികനെ പിടിച്ച് കമ്പിയിൽ കൊരുത്തി ഇങ്ങനെ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവന് അത് വളരെ അസഹനീയമായിരിക്കും. അപ്പൊ അതേസമയത്ത് രജോ ഗുണ പ്രധാനിക്കും തമോ ഗുണ പ്രധാനിക്കും അത് അനിവാര്യമാണ്. അപ്പൊ അതിന് പറ്റിയ രീതികളിൽ അവൻ അവലംബിക്കുന്നു. അതിന് പുതിയ തരത്തിലുള്ള രീതികളാണ് ഈ ശൂലം കുത്തു അതൊക്കെ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെല്ലാം തന്ത്രയിലൊക്കെ ഒരുപാട് രഹസ്യ തന്ത്രയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം സാത്വികനോ അല്ലെങ്കിൽ രാജയോഗം രജോഗണോ പ്രധാനിയായിട്ടുള്ളവര്, അങ്ങനത്തെ ഉള്ള ആൾക്കാര് തമോ ഗുണത്തിൽ വന്ന് പെട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? തമോ ഗുണത്തിൽ നിന്ന് മോചിച്ചാണ് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും എത്തുന്ന അവസാനം ഈ സത്വരജ തമോ ഗുണങ്ങളെയും അതിജീവിച്ച് അതിന് മുകളിലേക്ക് പോകണം. അതാണ് അതിന്റെ ശരിയായ രീതി. പരമാത്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾ, സൂപ്പർ കോൺഷ്യസ് ലെവലിൽ ഇരിക്കുന്ന ഒരാൾ ഈ 3 ഗുണങ്ങൾക്കും അതീതനായിരിക്കും. സാത്വികത രജോ ഗുണത്തിനേക്കാളും തമോ ഗുണത്തിനേക്കാളും കുറച്ചും കൂടെ ഉയർന്നതായതുകൊണ്ട് സാത്വികതയ്ക്ക് മഹത്വം പറയുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറഞ്ഞു വെക്കുമ്പോഴെല്ലാവരും തന്നെ സാത്വികനായിരിക്കുന്നതാണ് എല്ലാ അവസാന വാക്കെന്നുള്ള നിലയിലേക്ക് തോന്നും. എല്ലാ സാത്വികതയും അല്ല എന്ന് വെച്ചാൽ സാത്വികതയ്ക്കും അതീതനായ ഒരു വ്യക്തി എങ്ങനെ തിരിച്ചറിയും? സാഹചര്യത്തിൽ അധിഷ്ഠിതമായിട്ട് മൂന്ന് സ്വഭാവം അവർ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് 3നും യാതൊരു വിധത്തിലുള്ള സ്ഥായി ഭാവവും ഇല്ലാത്തവരായിരിക്കും. രജോ ഗുണത്തോടുകൂടി തമോ ഗുണത്തോടുകൂടി പെരുമാറേണ്ടത് തമോ ഗുണത്തോട് തന്നെ പെരുമാറും. എന്നുവെച്ചാൽ സംഹാര സ്വഭാവമാണ് തമോ ഗുണം. ചിലത് നശിപ്പിച്ചാലേ സമൂഹം രക്ഷപ്പെടത്തുള്ളൂ, ലോകം രക്ഷപ്പെടത്തുള്ളൂ. എങ്കിൽ അതിനെ നശിപ്പിക്കുക തന്നെ വേണം. അപ്പൊ സംഹാര ഭാവത്തിൽ അപ്പോൾ തമോ ഗുണം അവർ സ്വീകരിച്ചു. ആ ഘട്ടത്തിൽ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി അടുത്ത ഭാവത്തിൽ അത് രജോ ഗുണ പ്രധാനമായ നീക്കങ്ങളായിരിക്കണം നടത്തേണ്ടതെങ്കിൽ അവർ രജോ ഗുണ പ്രധാനമായ നീക്കങ്ങൾ തന്നെ നടത്തി അതിലൂടെ സമൂഹത്തെയും അല്ലെങ്കിൽ അവിടെ ശുദ്ധീകരണം നടത്തുന്നു. സത്വഭാവത്തിൽ സാത്വിക ഭാവത്തിൽ തന്നെ അതിനെ നേരിട്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴികളിലൂടെ തന്നെ പോകേണ്ടവർ ആ വഴിയിലൂടെയും പോകും. പക്ഷെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴികൾ രജോ ഗുണ പ്രധാനമായ വഴികളെക്കാളും തമോ ഗുണ പ്രധാനമായ വഴികളെക്കാളും ശ്രേഷ്ഠമാണെങ്കിൽ പോലും അത് ആത്യന്തികമല്ല. ആ വഴി എപ്പോഴും പ്രയോജനപ്രദവുമല്ല. അപ്പോൾ ജ്ഞാനി ഈ ത്രിഗുണങ്ങളെയും അതിജീവിച്ചവനായിരിക്കുന്നുണ്ട്, പരമാത്മജ്ഞാനി ആയിരിക്കുന്നുണ്ട്. അവൻ ഏത് വേഷവും അതിനനുസൃതമായ സാഹചര്യത്തിൽ ഇറങ്ങി വരും, അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ. ആ രീതിയിൽ അവൻ നിൽക്കുകയും ചെയ്യും. അപ്പോഴൊരു ഗുരു ഒരു സാത്വികൻ ആയ ഒരു വ്യക്തിയെ തമോ ഗുണത്തിലേക്ക് ഉള്ള പദ്ധതികൾ സ്വീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ഏറ്റവും വലിയ നാശത്തിലേക്ക് പോകും. തമോ ഗുണത്തിലേക്ക് പറയുന്ന ഒരു വഴിയിലേക്ക് ഒരു സാത്വികതയിൽ നിൽക്കുന്ന ഒരാള് സാത്വികതയ്ക്ക് അതീതത്തിലേക്ക് പോകേണ്ട വഴിയാണ് തുറക്കേണ്ടത്. അത് ഗുരുവല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ തമോ ഗുണത്തിലേക്ക് പോകുന്ന വഴികൾ പറഞ്ഞു കൊടുക്കരുത്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആധുനിക ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാരെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും അവന് വേണ്ടുന്ന പാതയ്ക്ക് അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാതിരിക്കുന്നവരും, ഇപ്പൊ ഈ ചെല്ലുന്ന ആള് ഞാൻ സാത്വികനാണെന്നുള്ള തിരിച്ചറിവില്ലാതെ. അതിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ സാറിനൊന്ന് പറഞ്ഞുതരാം. ഒരുപാട് ഈ കാണുന്ന എല്ലാം അത് തന്നെയാണ്. സമൂഹത്തിൽ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഉദാഹരണം ഇപ്പൊ പൂജകൾ തന്നെ പഠിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ച് പറയാം. രജോ ഗുണ പ്രധാനവും തമോ ഗുണ പ്രധാനമാണ് കാളീഭാവം. കാളീഭാവത്തിൽ തന്നെ ദൈവിക ഭാവവും ആസുരിക ഭാവവും വരുന്നുമുണ്ട്. അത് ഏത് സ്വീകരിക്കണം, ഏതെല്ലാം അമ്പലങ്ങളിലാണ് ഇത്തരം ഭാവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് ഇന്ത്യയിൽ തന്നെ ഇതെല്ലാം ഉണ്ട്, ഭാരതത്തിൽ തന്നെ ഇതെല്ലാം നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കുട്ടിയുടെ ഒരു യുവാവിന്റെ 22 വയസ്സിലാണെന്ന് തോന്നുന്നു ആ പയ്യന് അതിന്റെ ജ്യോതിഷം നോക്കിയപ്പോൾ ഞാൻ അതിന്റെ പൂർവ്വജന്മത്തെ കുറിച്ചൊക്കെ മുൻജന്മത്തെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അധിക കാലമായിട്ടില്ല, ഇത് 6-7 മാസമായി കാണാൻ. ഞാനിങ്ങനെ പറഞ്ഞു, കുട്ടി നിനക്ക് ഇപ്പൊ കുറച്ച് ക്ഷീണാവസ്ഥ ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. നിന്റെ എല്ലാ വാസനകൾക്കും കുറച്ചൊരു വല്ലാത്ത ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുണ്ട്. നീ എവിടുന്നോ കാളി ഉപാസന പഠിച്ചിരിക്കുന്നു, നിനക്കിത് വേണ്ടുന്നതായിരുന്നില്ല, നിന്റെ മനോഘടന അതിനെ പറ്റിയതല്ല. അതുകൊണ്ട് നിനക്ക് ആ കാളി ഉപാസനയെ നീ തൽക്കാലം അതിനെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട്
നിനക്ക് വേണ്ടുന്നത് സൂര്യപൂജയാണ്. എന്ന് വെച്ചാൽ സൂര്യപൂജ നല്ലതെന്നും കാളി ഉപാസന തെറ്റുമെന്നല്ല പറഞ്ഞത്. കയ്പുള്ള ഭക്ഷണം കഴിച്ച് ശരീരത്തിനെ ബലപ്പെടുത്താൻ ഉള്ള വാസനകളുള്ളവർ കയ്പുള്ള ഭക്ഷണം തന്നെ കഴിക്കണം, അത് തെറ്റല്ല. മധുരം ആണ് പ്രധാനമായിട്ടുള്ളവർക്ക് മധുരത്തിലൂടെയാവാം. അപ്പൊ ഓരോന്നിനും അർഹതയുണ്ട്. ഇപ്പൊ കാളി പൂജയ്ക്ക് അർഹതയില്ലാത്തവൻ കാളി പൂജ പോയി ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ അവന്റെ രജോഗുണ പ്രധാനമല്ല മനസ്സ്. അവന് അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. അവന് ഏതോ ഒരു ഗുരുവിനെ കണ്ടെത്തിയതായിരുന്നു. അപ്പോഴ് അങ്ങനെയാണ് ശീലിച്ചത്. അപ്പോഴാ എന്നോട് തന്നെ തുറന്നു പറഞ്ഞു, ഞാനിത് എപ്പോൾ തുടങ്ങിയോ അപ്പോൾ തൊട്ട് മാനസികമായിട്ട് പലതരത്തിലുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടായി. എല്ലാ തരത്തിലും മനസ്സ് ആശങ്കാകുലമായി അതിനെ എന്ത് ചെയ്യും. അപ്പൊ സൂര്യപൂജയിലേക്ക് മടങ്ങും. നീ പൂർവ്വജന്മത്തിൽ ചെയ്തിരുന്നതും അത് തന്നെയെന്ന് പറഞ്ഞിട്ട് എല്ലാ തെളിവുകൾ സഹിതമാണ് ഞാൻ ജ്യോതിഷം നോക്കി പറഞ്ഞത്. അതിന് വേണ്ടുന്ന എല്ലാ തെളിവുകൾ എന്ന് വെച്ചാൽ അവന് ബോധ്യപ്പെടുന്നതായ അവൻ്റെതായ ഈ ജന്മത്തിലെ ചിന്തകളിലും പ്രവർത്തികളിലും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ബോധമുണ്ട്. അത് അവിടെ ഞാൻ ബന്ധിപ്പിച്ച് പറയുമ്പോഴാണ് ശരിയാണ്, എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നീ സൂര്യമന്ത്രം ജപിക്കുക, സൂര്യപൂജ നടത്തുക, നിനക്കതാണ് യോജിച്ചത് എന്ന് പറഞ്ഞ് സൂര്യപൂജ മാത്രമല്ല ആത്യന്തികം. പക്ഷെ അവന്റെ ഗ്രഹങ്ങളുടെ ആ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ എല്ലാം നിൽപ്പും പലതും പഠിച്ചിട്ടാണ് സൂര്യനെ പൂജിക്കുന്നത്.